അമ്മായിയമ്മ തുടരെ തുടരെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് സാജൻ അത്തരം പ്രവർത്തികളിലെല്ലാം ഏർപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ എന്തായാലും സാജൻ എഴുതിയിരിക്കുന്ന മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സാജൻ. യഥാർത്ഥ പേരല്ല. ഞാൻ ഒരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് വയസ്സ് 29. എൻ്റെ ഭാര്യ ഒരു നേഴ്സാണ്. അവൾ ഇപ്പോൾ 2 വർഷമായി ഗൾഫിൽ വർക്ക് ചെയ്യുകയാണ്. അതിനു മുമ്പ് 2.5 വർഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് കുട്ടികളുണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. 2 പേർക്കും അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ നേഴ്സിങ്ങിന് ഗൾഫിൽ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജോലി കിട്ടി. അവൾ പോയി. ഇനിയിപ്പോൾ എന്തായാലും ഒരു 5 വർഷമെങ്കിലും വർക്ക് ചെയ്യാതെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് ലീവിന് വരും. 1 വർഷം 1 മാസം, അത്രേ ഉള്ളൂ. എൻ്റെ ഭാര്യയുടെ വീട് 10 കിലോമീറ്റർ അകലെയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ അവിടെ പോകും. അമ്മായിയമ്മ മാത്രമാണ് അവിടെ താമസം. പുള്ളിക്കാരി ചെറുപ്പമാണ്. വേറെ അസിസ്റ്റൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ട് പോരും. ചിലപ്പോഴൊക്കെ അവിടെ താമസിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. പക്ഷേ മകൾ ഗൾഫിൽ പോയതിൽ പിന്നെ അമ്മായിമ്മ എന്നെ എപ്പോഴും വിളിക്കാൻ തുടങ്ങി. എടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ ഓടി വരണം. അതെന്താ, അമ്മ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യുന്ന ആളായിരുന്നല്ലോ. മോള് ഗൾഫിൽ പോയി കഴിഞ്ഞ ശേഷം അമ്മയ്ക്ക് എന്താ ഇത്ര പരാശ്രയം എന്ന് ചോദിച്ചു പറഞ്ഞു. അത് പിന്നെ ഞാൻ തനിയല്ലേ ഉള്ളൂ. എനിക്ക് വല്ലാത്തൊരു പേടിയാണ്. നീ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസമുണ്ട്. നീ എന്നും വരണം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് താമസിക്കണമെന്ന് കുണുങ്ങുകയും ചിണുങ്ങുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഓർത്തു, ഇടയ്ക്ക് അവിടെ പോയി താമസിക്കാം. എൻ്റെ വീട്ടിലാണെങ്കിലും ഒരു റിലാക്സേഷൻ ഇല്ല. കടവും ഒന്നും തീർന്നിട്ടില്ല. അതിൻ്റേതായ ടെൻഷൻസൊക്കെ ഉണ്ട്. എന്തായാലും ചില ദിവസങ്ങളിൽ ഞാൻ അവിടെ പോയി താമസിക്കും. അങ്ങനെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം അമ്മായിമ്മ എന്നോട് പറഞ്ഞത്, എടാ, അത്യാവശ്യമായിട്ട് നാളെ എന്നെ ലിജയും കൊണ്ട് നീ ഒരിടം വരെ പോകണം. ഞാൻ ചോദിച്ചു, എവിടെയാ? ലിജ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ അടുത്ത സുഹൃത്താണ്. അവരൊന്നിച്ച് +2 വരെ പഠിച്ചതാണ്. അവളുടെ ഹസ്ബൻഡ് ഷിപ്പിലോ മറ്റോ ആണ്. 6 മാസം കൂടിയിരിക്കുമ്പോഴേ വരികയുള്ളൂ. പണത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ അതീവ സുന്ദരിയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഫിലിം ആക്ട്രസിനെ പോലെ ഇരിക്കും. അവിടെയുള്ള എല്ലാ ആളുകൾക്കും അവളെ ഒരു നോട്ടമുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മായിമ്മയ്ക്ക് അവളോട് വലിയ മതിപ്പാണ്. എൻ്റെ ഭാര്യയ്ക്ക് അവളെ ഇഷ്ടവും കുറച്ച് അസൂയുണ്ട്. കാര്യം സൗന്ദര്യം കൂടുതലുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവളുമായിട്ട് കൂടുതൽ അടുക്കരുതെന്ന്. ഞാൻ ചോദിക്കുക, എന്താ അവളുടേത് ചീത്ത സ്വഭാവമാണെന്ന്? അല്ലല്ല, അവൾക്ക് ഒരു കാന്തശക്തിയുണ്ട്. പുരുഷന്മാരെ പിടിച്ചടിപ്പിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ശക്തിക്ക് പോകുന്നില്ല. ഇവിടെ കടവും ഇടവും തീർന്നിട്ടില്ല. അന്നേരമാണ് അവിടെ കാന്തശക്തി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. എന്തായാലും ലിജയും ഞാനും കാണുമ്പോൾ ഒന്നും മിണ്ടുന്നല്ലാതെ പ്രത്യേകിച്ച് ഫോൺ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല. അല്ല, നിങ്ങൾ 2 പേരും കൂടെ നാളെ എവിടെ പോവാ? അതൊക്കെ നീ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന്. അങ്ങനെ പോയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ചെറിയ പൂജയും മന്ത്രവാദവും ഒക്കെ ചെയ്യുന്ന ഒരു മന്ത്രവാദിയുടെ വീട്ടിലേക്കാണ് പോയത്. കാര്യം, ലിജയുടെ ഭർത്താവ് ഇപ്പോൾ കാര്യമായി ലിജയെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങേർക്ക് വേറെന്തോ ബന്ധമുണ്ടെന്നോ സ്നേഹം കൊണ്ട് അകന്നു പോകുന്നെന്നോ ഒക്കെ ലിജയ്ക്ക് വല്ലാത്തൊരു വെപ്രാളം. ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലും വഴിപാടോ പൂജയോ വശ്യമോ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി പോയതാണ്. എൻ്റെ അമ്മായിമ്മയാണ് അതെല്ലാം ഓതിക്കൊടുക്കുന്നത്. മോളെ, ആ സ്വാമിയെ കണ്ടാൽ മതി, എല്ലാം നടക്കും. അങ്ങനെ നിൻ്റെ ഭർത്താവിനെ കപ്പലേന്ന് ചാടി കടലിൽ കൂടെ നീന്തി ഇവിടെ കൊണ്ടുവരും. അത്രയ്ക്ക് നിന്നെ കാണുമ്പോൾ അവൻ സ്നേഹമായിരിക്കും. ഉള്ളതാണോ ആൻറ്റി? പിന്നെ ഭയങ്കര ചുട്ടക്കൊഴിയെ പറപ്പിക്കുന്ന ആളാണ്. നീ എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് എന്തായാലും പൂജയൊക്കെ കഴിഞ്ഞിട്ട് സാറ്റിസ്ഫൈഡാണ് തിരിച്ചു പോകുന്നത്. ഞാനപ്പോൾ ലിജയോട് ചോദിച്ചു, അല്ല ലിജ, ഹസ്ബൻഡ് കടൽ നീന്തി ചാടിക്കടന്ന് വരുമോ? എനിക്കറിയില്ല, ആൻറ്റി പറഞ്ഞതുപോലെ ഞാനങ്ങ് ചെയ്തതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, നീ കളിയാക്കണ്ട, നോക്കിക്കോ, അടുത്ത മാസം തന്നെ അവളുടെ ഭർത്താവ് വരുമെന്ന്. അത് ശരിയാണ്, അടുത്ത മാസം ഭർത്താവ് വന്നു. ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാനും പോയില്ല. എല്ലാ അമ്മായിമ്മയുടെ മന്ത്രവാദിയുടെ ശക്തിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഇതിനിടയ്ക്ക് വേറെ സംഭവം നടന്നു. ഈ കാര്യങ്ങളൊന്നും എൻ്റെ ഭാര്യയോട് പറയരുതെന്ന് ലിജയും അമ്മയും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും പറയാനും പോയില്ല. ഞാൻ ഒരു ദിവസം വൈകുന്നേരം അമ്മായിമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കൊണ്ട് ലിജ കരഞ്ഞു കലങ്ങി കണ്ണുകളുമായി ഇറങ്ങിപ്പോന്നു. എന്നെ കണ്ടപ്പം ജസ്റ്റ് ചിരിച്ചതൊന്ന് വരുത്തി. എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. അകത്ത് ചെന്നപ്പോൾ അമ്മായിമ്മയും കരഞ്ഞു നിൽക്കുന്നു. എന്താ അമ്മേ, എന്താ പ്രശ്നം? പൂജ ഫലിച്ചില്ലേ? അങ്ങേരി പോയോ എന്ന് ചോദിച്ചു. അതല്ലടാ, അവൻ വന്നായിരുന്നു, പക്ഷേ അവളോട് സ്നേഹമായി പെരുമാറുന്നില്ലെന്ന്. അതിനല്ലേ നിങ്ങൾ പൂജ ചെയ്യാൻ പോയത്? എടാ, അതിനു മുൻപത്തെ ലീവ് കിട്ടിയപ്പോൾ അയാൾ ഈ വീട്ടിലേക്ക് വന്നതേയില്ല. വേറെങ്ങോ താമസമായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വന്നു. അതൊരാശ്വാസം. അവൾക്ക് കാശൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ. അപ്പോൾ അമ്മായിമ്മ പൊട്ടിത്തെറിച്ചു. ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്, കാശ് കൊടുത്താൽ പെണ്ണുങ്ങൾക്ക് എല്ലാം ആയെന്ന്. പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. ഭർത്താവിൻ്റെ സാന്ത്വനം വേണം. നിന്നോട് എനിക്ക് വെട്ടിത്തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. നീ ഒരു പുരുഷനല്ലേ, നിനക്ക് ഭാര്യയില്ലേ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം
എങ്ങനെ നടക്കണമെന്ന് നിനക്കറിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം. ആ എങ്കിൽ അവിടെ അതൊന്നുമില്ല. അവൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അയാൾ വന്ന് 1-1.5 മാസം കൂടെ താമസിച്ചു. പക്ഷേ അവളെ തിരിഞ്ഞു നോക്കിയതേയില്ല. ഞാൻ പറഞ്ഞു ഇത്രയും നാൾ സന്തോഷത്തോടു ജീവിച്ചു. അതുമാത്രമല്ല അവർ നല്ല സുന്ദരിയുമാണ്. അയാൾക്ക് ഇപ്പം മാത്രം താല്പര്യക്കുറവ് തോന്നാൻ എന്താ കാര്യം? അപ്പോൾ ഇവരുടെ കയ്യിലിരിപ്പും കൂടിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ ദേഷ്യപ്പെട്ടു. അവളൊരു പാവമാ. അവൾ ഭർത്താവിനെ മാത്രം നോക്കിയിരിക്കുന്നൊരു സ്ത്രീയാണ്. അവളുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റും വരില്ല. ആര് പറഞ്ഞു? അമ്മയോട് അവളെല്ലാം രഹസ്യങ്ങൾ പറയാറുണ്ടോ? ആ രഹസ്യങ്ങളൊന്നും പറയാറില്ലെങ്കിലും അവൾ അങ്ങനെ ഒരു പെണ്ണല്ല. അവൾ സുന്ദരിയായതുകൊണ്ട് കഴുകന്മാരെ പോലെ ആണുങ്ങൾ വട്ടവിട്ട് പറക്കുകയാണ്. അവളുടെ ഭർത്താവാണെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല താനും. എന്നിട്ടുമില്ലേ അവളുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റ് പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ നല്ലൊരു പെണ്ണാണ്. സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ ഇല്ലേ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം. അല്ല അമ്മ എങ്ങനെയാണ് അവരുടെ ഭർത്താവിനെ പാഠം പഠിപ്പിക്കാൻ പോകുന്നത്? അത് കൊള്ളാം. അവന് തോന്നിയ സ്ഥലമെല്ലാം നെരുങ്ങി നടക്കാമെങ്കിൽ അവൾ എന്തിനാ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്? അവൾക്ക് യൗവനമില്ലേ? അവൾ സുന്ദരിയല്ലേ? അവൾ സിനിമാ നടിയേക്കാൾ സുന്ദരിയാണെന്ന് ലോകത്തുള്ള എല്ലാവരും പറയുന്നു. അങ്ങനെയുള്ളവൾക്ക് 100 ഭർത്താക്കന്മാരെ കിട്ടും. ഒരു പെണ്ണിന് എന്തിനാമേ 100 ഭർത്താക്കന്മാർ? അവർ തമ്മിൽ എന്തോ ആശയക്കുഴപ്പമുണ്ട്. അത് പറഞ്ഞ് പരിഹരിക്കണം. രണ്ടുപേരെ ഒരു കൗൺസിലിങ്ങിനെ മറ്റോ കൊണ്ടുപോകണം. അല്ലാതെ മന്ത്രവാദിയുടെ അടുത്തല്ല കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്കൊന്നും അറിയില്ല. നീ നിൻ്റെ ഭാര്യയും തമ്മിൽ പ്രശ്നമൊന്നുമില്ല. അതുമാത്രമല്ല എൻ്റെ മോളല്ലേ, മണവുമില്ല ഗുണവുമില്ല. ഭർത്താവിനെ വിട്ടിട്ട് 10 വർഷം വേണമെങ്കിലും അവൾ ദൂരെ പോയി നിൽക്കും. അവൾക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. ചില സ്ത്രീകൾക്ക് ആവശ്യങ്ങൾ കൂടുതലാണ്. അവൾ അവളുടെ ഭർത്താവിൽ നിന്ന് കൂടുതൽ ആഗ്രഹിക്കുന്ന തെറ്റാണോ? ഞാൻ വല്ലതുമായിരുന്നെങ്കിൽ എന്ന് അമ്മായിമ്മ പറഞ്ഞു. ഞാൻ ചോദിച്ച അമ്മയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഞാനായിരുന്നെങ്കിൽ ഒറ്റയൊരു വട്ടമേ ഈ വിവരങ്ങളൊക്കെ ഞാൻ അറിയൂ. രണ്ടാമത്തെ വട്ടം അങ്ങേർക്ക് അങ്ങോട്ട് ഇഴഞ്ഞു പോകാൻ പോലും കാല് കാണില്ല. കാല് മാത്രമല്ല, നിന്നോട് ഞാൻ പറയുന്നില്ല, നിന്റെ മരുമകനാണ്. ഞാനാണെങ്കിൽ ഒറ്റ ചവിട്ടി ഞാൻ വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ ഇത്ര ഉപദേശം കൊടുത്തിട്ടും അവൾ കരഞ്ഞുകൊണ്ടാണല്ലോ പോയത്. അത് പിന്നെ കരയില്ലേ? സ്ത്രീയല്ലേ? അവൾക്ക് അവിടെ ഭർത്താവിനോടല്ലേ മമതയുള്ളത്? അവനിങ്ങനെ അകൽച്ച കാണിക്കുന്ന ആര് കണ്ടു? ഇത്രയും സുന്ദരിയായ പെണ്ണിനോട് എങ്ങനെ അകൽച്ച കാണിക്കുമെന്ന് നീ തന്നെ ചോദിച്ചില്ലേ? പറയാൻ പറ്റില്ല. മറ്റാണുങ്ങൾക്കെല്ലാം അവളുടെ മേലൊരു കണ്ണുണ്ട്. നിനക്കും ഉണ്ടോടാ കണ്ണ്? ഞാൻ പറഞ്ഞ ഉണ്ട്. എനിക്ക് 2 കണ്ണുമുണ്ട്. അവളെ കണ്ടാൽ സുന്ദരിയാ, ഞാൻ നോക്കും. അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് നീ ആരെ നോക്കിയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ നിന്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ അന്നേരം ഇങ്ങ് വരും. നിന്റെ വീട്ടിലെ കടം കൂടെ എൻ്റെ മോള് അടയ്ക്കുകയല്ലേ? അവൾ വന്നു കഴിഞ്ഞാൽ നീ ഗോപി. പിന്നെ അവളെന്നോട് പറഞ്ഞിട്ടാണ് പോയത് എൻ്റെ ഭർത്താവിനെ അമ്മയൊന്ന് നോക്കിക്കോണമെന്ന്. പിന്നെ ലിജയുമായിട്ട് ഒട്ടും അടുപ്പിക്കില്ലെന്ന് പറഞ്ഞു. അതിന് അമ്മയല്ലേ വിളിച്ചത്. അപ്പോഴല്ലേ ഞാൻ വന്നത്. എനിക്ക് അവിടെ ഫോൺ നമ്പർ പോലും അറിയില്ല. അവളോട് ഞാൻ ഒട്ടും മിണ്ടാറില്ലെന്ന് പറഞ്ഞു. എന്നാലും മിണ്ടിയില്ലെങ്കിലും നിന്റെ കൊഞ്ചലും കുഴലും ഒക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് അവളെ കണ്ടപ്പോഴേ ഇത്തിരി ഇളക്കമുണ്ട്. ഭാര്യ അടുത്തില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഭർത്താക്കന്മാർക്ക് മറ്റു വിചാരങ്ങൾ കൂടും. അമ്മ എല്ലാ ആണുങ്ങളെയും കാണുന്ന പോലെ എന്നെ കാണരുത്. അമ്മയുടെ ഭർത്താവ് അങ്ങനെയായിരുന്നോ? അമ്മയില്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നോ? ഒറ്റ ആണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. എൻ്റെ ഭർത്താവിനെ ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ എൻ്റെ കണ്ണുദൃഷ്ടിക്ക് എന്തെങ്കിലും കണ്ടാലുണ്ടല്ലോ, മുമ്പ് പറഞ്ഞത് ഓർമ്മയില്ലേ, അത് നടക്കും. അതുകൊണ്ട് അയാൾ പേടിച്ച് രഹസ്യമായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളിലും പോയിട്ടുണ്ടാകുക. അത്രയേ ഉള്ളൂ. ആണുങ്ങളെന്ന് പറയുമ്പോഴേക്കും ഭാര്യയെ പേടിക്കുന്നതായിട്ട് അഭിനയിക്കും. രഹസ്യമായിട്ട് അവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ഭാര്യ നെഞ്ചത്തടിച്ച് കരയും. ഞാൻ പറഞ്ഞു വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളും അത്ര മോശമൊന്നുമല്ല. വീട്ടിലിരിക്കുന്നു പറഞ്ഞിട്ട് എന്താ ഗുണം? വീട്ടിലേക്ക് ഒന്ന് കണ്ണു കാണിച്ചാൽ പോരെ, എല്ലാം വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പം നിനക്ക് സ്ത്രീകളെ പറ്റി അങ്ങനെയാണ് അഭിപ്രായം ഇല്ലേടാ? എൻ്റെ മോളിപ്പോൾ ഗൾഫിലാണല്ലോ, നിനക്ക് അവളെ സംശയമുണ്ടോ? ഞാൻ പറഞ്ഞു അമ്മയല്ലേ ഇത്തിരി മുമ്പ് പറഞ്ഞത് മോൾക്ക് മണവും ഇല്ല ഗുണവും ഇല്ലെന്ന്. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു. എന്തു പറഞ്ഞാലും നിനക്ക് നല്ല നാവാ. ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല നാവ് വേണം. അപ്പോഴേക്കും അമ്മായിമ്മ ശാന്തയായി. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാം. എന്തൊക്കെ പറഞ്ഞാലും ലിജ എൻ്റെ മോളെ പോലെ തന്നെയാണ്. അവൾക്ക് നമ്മൾ രണ്ടുപേരും ഒന്ന് കൂട്ടു നിൽക്കണം. എന്തിനു കൂട്ടു നിൽക്കാൻ? വേറൊന്നിനുമല്ല, അവളെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ, അവളുടെ മനോനില ഒന്ന് ശരിയാക്കിയെടുക്കാൻ. അവളുടെ ഭർത്താവിൻ്റെ കാമുകയെ പോലും കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞു കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യമാണ്? അത് ശരിയാ. അവൻ പറഞ്ഞത് പണം മാത്രം കൊടുക്കാം, അല്ലാതെ ഇവളുടെ അടുത്തേക്ക് ഇനി ഉടനൊന്നും വരില്ലെന്നാണ് പറഞ്ഞത്. ഓ, അത്രയും കാര്യങ്ങൾ സംഭവിച്ചോ? അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചു. നിന്നോടെല്ലാം പറയാൻ പറ്റില്ലല്ലോ. നിനക്കാണെങ്കിൽ ഞങ്ങളെക്കുറിച്ച് വേറെ അഭിപ്രായങ്ങളല്ലേ? ഞാൻ പറഞ്ഞു എന്താ അഭിപ്രായം? അല്ല, പറയാൻ പറ്റില്ല. ആണല്ലേ നീ? ഞാൻ പറഞ്ഞു ആണല്ലേ എന്ന് പറഞ്ഞിട്ട് ആണുങ്ങളുടെ കാര്യം മാത്രമാണ് 24 മണിക്കൂർ നിങ്ങൾ പറയുന്നത്. ആണുങ്ങളെ വേണ്ടാതാനും ഇഷ്ടമല്ലതാനും പക്ഷെ അവരുടെ പുറകെ നടക്കുകയും ചെയ്യുന്നു. എന്തൊരു വിരോധാഭാസമാണിത് എന്ന് ഞാൻ പറഞ്ഞു. യോ,
നിന്റെ മുന്നിൽ ഞാനങ്ങ് തൊഴുന്നു. ഒന്നും ഞാൻ പറയാൻ വരുന്നില്ല. ആണുങ്ങളുടെ പ്രതീകമല്ലേ നീയെ? ആ, ഞാൻ പ്രതീകമാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടടാ, പറയാനുണ്ട്. തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. നാട്ടുകാർ കേട്ടാൽ ഓർക്കും അമ്മായിമ്മ മരുമകനും കൂടെ ഇവിടെ വീടിളക്കുകയാണെന്ന്. ആ, ഇനി ഒരു കാര്യം ചെയ്യണം. എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേക്കും ലിജ വിളിക്കും. അപ്പം നീയും കൂടെ പോകണം. അതെന്തിനാ ഞാൻ അവളോട് പോകുന്നത്? അവൾക്കിപ്പം വേറെ ആരും തുണയില്ലല്ലോ. അത് മാത്രമല്ല, അന്യപുരുഷന്മാരെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അന്യപുരുഷനല്ലേ? നീ അന്യപുരുഷനല്ല. നമ്മുടെ ഫാമിലി പോലല്ലേ അവള്. അതുകൊണ്ട് നീ അവളെ സഹായിക്കണം. എൻ്റെ ഒരു ഒത്താശ എപ്പോഴും കാണും. പിന്നെ എൻ്റെ മോളോട് നിങ്ങൾ രണ്ടുപേരും ഒന്നും പറയരുത്, ഞാനും ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. ആ, എന്തേലും ആട്ടെ, അത്യാവശ്യ സഹായങ്ങളാണെങ്കിൽ ഇപ്പം അമ്മ വിളിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് വരേണ്ടി വരില്ലേ? അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ലിജ ഇടയ്ക്ക് എന്നെ ഡയറക്റ്റ് വിളിക്കാൻ തുടങ്ങി. പാസ്പോർട്ട് ഓഫീസിൽ പോകണം എന്ന് പറഞ്ഞ് ഒരു ദിവസം വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി. ആ സമയത്ത് ഞാൻ ചോദിച്ചു, എന്തിനാ പാസ്പോർട്ട്? എടുത്തു വെച്ചേക്കാം, ഇത്രയും കാലം ഇല്ലായിരുന്നു. ഇനിയിപ്പം അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയി രക്ഷപ്പെടും. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നിങ്ങൾക്ക് കുട്ടികളെന്താ ഇല്ലാത്തത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ തിരിച്ച് ലിജ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് കുട്ടികളെന്താ ഇല്ലാത്തത്? ഞാൻ പറഞ്ഞു, എൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ഭാര്യയുടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങേർക്ക് താല്പര്യക്കുറവാണ് ആദ്യകാലം തൊട്ടേ. ഞാനത് ആരോടും പറഞ്ഞില്ല. ഏതെങ്കിലും സമയത്ത് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലായി, ഇല്ലെങ്കിലായി. ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഇത്ര വർഷം ഇത് സഹിച്ച് ജീവിച്ചത്? കാണാനൊക്കെ സുന്ദരൻ, ഞാൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ഷിപ്പിൽ ജോലി. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ മതത്തിൽ ഒരു ഭാര്യ ഒരു ഭർത്താവ് പരസ്പരം അങ്ങനെ സ്നേഹിച്ച് ജീവിക്കണമെന്നാണ് മരണം വരെ. മാതാപിതാക്കളും അതുതന്നെയാണ് കല്യാണ സമയത്ത് ഉപദേശിച്ചു വിട്ടത്. ഒത്തിരി പ്രതീക്ഷയോടുകൂടി വന്നതാണ്. പക്ഷേ ഒന്നും നടന്നില്ല. എന്ത് പറയാനാണ്? അങ്ങേർക്ക് എന്നോട് താല്പര്യമില്ല. ഇത്രയും സുന്ദരിയായ ലിജിയോട് താല്പര്യമില്ലെന്നോ? ആ, സുന്ദരിയാണെന്ന് പുറത്തുള്ളവർ പറയും, പക്ഷേ എൻ്റെ ഭർത്താവ് പറയില്ല. അങ്ങേർക്ക് അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയുമായി നേരത്തെ പ്രേമമുണ്ടായിരുന്നു. ആ കല്യാണം എന്തായാലും ലീഗലായിട്ട് നടക്കില്ല. ഇപ്പോഴവർ ഒന്നിച്ച് താമസിക്കുകയാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആകെ കൂടി ഒരു തുണയെന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ. ഈ ഒരു യാത്രയോടുകൂടി ലിജയും ഞാനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായി. ഞാൻ എൻ്റെ ഭാര്യയോട് ഒന്നും പറഞ്ഞില്ല. ഇടയ്ക്ക് അവളൊന്ന് വന്നിരുന്നു. ആ സമയത്തും ഞങ്ങളെല്ലാവരും വളരെ നോർമലായിട്ട് പെരുമാറി. അവൾ പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എടാ, ലിജ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കണേ. അമ്മായിമ്മയും എൻ്റെ കൂടെ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി പലയിടത്തും ടൂർ പോകാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും ഒരു കൂട്ടുകക്ഷി പോലെയായി. ഒരു ദിവസം ലിജ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡൈനിങ് ടേബിൾ ഇരിക്കുകയാണ്. അമ്മ പറഞ്ഞു, എടി, അവനിതേ ചോറ് വിളമ്പി കൊടുത്തേന്ന്. അപ്പം ലിജയാണ് എനിക്ക് ചോറ് വിളമ്പി തന്നത്. അമ്മായിമ്മ അപ്പോൾ പറയുകയാണ്, ആ, കെട്ടിയ ഭാര്യയെ ഗൾഫിൽ വിട്ടിട്ട് ദേ ഇപ്പം എൻ്റെ വേറൊരു മോള് അവന് ചോറ് വിളമ്പി കൊടുക്കുന്നെന്ന്. ഞാൻ പറഞ്ഞു, ആരെങ്കിലും വിളമ്പി തന്നാൽ മതി, എനിക്ക് ഇറങ്ങിക്കോളുമെന്ന്. നീ എന്തോ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാടാ. എൻ്റെ മോളൊരു പാവമായത് കൊണ്ടല്ലേ നിൻ്റെ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, കടമൊക്കെ തീർന്നു. ഇപ്പോൾ അവൾക്ക് വേണ്ടി സമ്പാദിക്കുകയാണ്. അപ്പോൾ അമ്മ ലിജിയോട് പറയുകയാണ്, എൻ്റെ പൊന്നുമോളെ, നിനക്ക് ശരിക്കും ഭർത്താവിൽ നിന്ന് ഒരു സ്നേഹമോ സന്തോഷമോ കിട്ടിയിട്ടില്ല. എൻ്റെ മോക്കാണെങ്കിൽ അത് ഇഷ്ടംപോലെ കിട്ടുമെന്ന് അറിയാമായിരുന്നിട്ടും ആ പെണ്ണം അങ്ങ് ഗൾഫിൽ പോയി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 2 വർഷം കൂടെ നിന്നിട്ട് ഇങ്ങി വരണമെന്നും. അവർക്ക് ജീവിക്കണ്ടേ? അപ്പോൾ ലിജ പറഞ്ഞു, ശരിയാ, ശരിക്കും അവളൊരു ഭാഗ്യവതിയാണ്, ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്ന്. ഉടനെ അമ്മായിമ്മ കയറിയിട്ടു. എന്താടി ഇവനെന്ന് പറയുമ്പോൾ നിനക്കിപ്പം അങ്ങ് ഒലിക്കുന്നത്? നീ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരൻ ഇവനാണോ? അപ്പോൾ ലിജ പറഞ്ഞു, ഏയ്, ഏറ്റവും സുന്ദരൊന്നുമല്ല. എന്ന് വെച്ചിട്ട് അമ്മയുടെ മരുമകൻ നല്ല സുന്ദരനല്ലേ? ഒന്ന് നോക്കിക്കേ, ഏതോ ഒരു സിനിമാ നടൻ്റെ കട്ടുണ്ടല്ലോ. കളിയാക്കാതടി, അവൻ നല്ല സുന്ദരൻ തന്നെയാ എന്ന് പറഞ്ഞ് ആ സമയത്ത് അമ്മായിമ്മ എൻ്റെ തലമുടിയിൽ തഴുകി. എന്നിട്ട് അമ്മായിമ്മ എന്നോട് പറയുകയാണ്, ശരിക്കില്ലടാ, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ മോൾ അത്ര സുന്ദരിയൊന്നുമല്ല, ഇവളാണെങ്കിൽ അപൂർവ സുന്ദരിയുമാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ നല്ല പൊരുത്തമാണ്. എൻ്റെ മോള് അത്ര സുന്ദരിയല്ലാത്തതുകൊണ്ട് അത്ര പൊരുത്തം തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ എന്തൊക്കെയായി പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, ഞാൻ സത്യങ്ങളെ പറയാറുള്ളൂ. നീ എൻ്റെ മോളേക്കാൾ ഒത്തിരി നല്ല സുന്ദരനാണ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇവളെപ്പോലൊരു പെണ്ണാണ് ഏറ്റവും അനുയോജ്യം. പക്ഷെ എന്ത് ചെയ്യാനാണ്, മനുഷ്യന് ഏറ്റവും കൂടുതൽ അബദ്ധം സംഭവിക്കുന്നത് വിവാഹ ജീവിതത്തിലാണ്. സ്വപ്നം കാണുന്നത് ഒന്ന്,
കിട്ടുന്നത് വേറൊന്ന്. അമ്മ ഇപ്പം ആർക്ക് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, അത് പിന്നെ ഞാൻ സത്യം പറഞ്ഞതേ ഉള്ളൂ, എല്ലാവർക്കും ഞാൻ അനുകൂലമാണ്. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളിപ്പോൾ ഗൾഫിലാണല്ലോ, നിൻ്റെ ഭർത്താവാണെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയുടെ കൂടെയും, പിന്നെ അത് മാത്രമല്ല വിവാഹം കഴിഞ്ഞ് ഇന്നേ വരെ നിനക്ക് ആ പടിവാതിൽ ഒന്ന് ചവിട്ടി തുറക്കാൻ പറ്റിയിട്ടില്ല. നീയാണെങ്കിൽ അകത്തേക്ക് കാല് വെച്ച് കയറിട്ടുമില്ല. എൻ്റെ പൊന്നുമോളെ, നിന്നെ കാണുമ്പോൾ എനിക്ക് സഹതാപമുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തായാലും എൻ്റെ മോൾ അവിടെയാണല്ലോ, അവൾ വരുന്നത് വരെ അല്ലെങ്കിൽ അവളില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി സ്വതന്ത്രമായി നടക്കാനുള്ള ഒരു സമയവും സന്ദർഭവും ഈശ്വരനായിട്ടിപ്പോൾ ഒപ്പിച്ചു തന്നതാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മുഖത്തോട് മുഖം നോക്കി ഞെട്ടി. അമ്മ എന്തായി പറഞ്ഞത് എന്ന് ലിജ ചോദിച്ചു. അപ്പോൾ അമ്മ ഞങ്ങൾ രണ്ടുപേരും ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു, പച്ച പരമാർത്ഥം. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ലിജയ്ക്ക് ഒരു സാന്ത്വനം ആവശ്യമാണ്. അവൾക്ക് ഒന്നും അറിയില്ല. അറിയാത്തത് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ അവളുടെ ജീവിതത്തിൽ ഒരു സമാധാനമുണ്ടാകൂ. സ്വന്തം ഭർത്താവ് സ്നേഹിച്ചിട്ടില്ല, ഒന്നും അറിയാനും അലിയാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എപ്പോഴും മനസ്സിൽ പ്രകമ്പനങ്ങളും പ്രതികാരങ്ങളും നിലനിൽക്കും. ഇപ്പോൾ വേറെ പെണ്ണിൻ്റെ കൂടെ ഹസ്ബൻഡ് ബന്ധം പുലർത്തി എന്നറിയുമ്പോഴേക്കും ഇവളുടെ മനസ്സ് അഗ്നി പോലെ എരിയും. ആ എരിയുന്ന അഗ്നിയെ ശമിപ്പിക്കാൻ ആരുമില്ല. പക്ഷേ ഉള്ളിലെരിയുന്ന അഗ്നി ശമിച്ചു കഴിഞ്ഞാൽ ആഹാ പ്രശ്നമില്ല, ഇവിടെയും എനിക്ക് ഓക്കെ, അവിടെ പോയവനും ഓക്കെ എന്ന് വിചാരിക്കാൻ പറ്റും. ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നല്ലേ, അതായത് നമുക്ക് കിട്ടേണ്ടത് കിട്ടിയെങ്കിൽ മാത്രമേ അത് ശരിയാകുകയുള്ളൂ. അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അമ്മയൊന്നും മിണ്ടിയില്ല, ചിരിക്കുകയാണ്. ലിജയും ചോദിച്ചു, എടി നീ ഓർക്കും എൻ്റെ മകളെ ഞാൻ ചതിക്കുകയാണെന്ന്. അങ്ങനെയല്ല, എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ് നിന്ന് കഴിഞ്ഞാൽ അവളെ ചതിക്കേണ്ട കാര്യമില്ലല്ലോ. അവൾക്കാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം കുറവാണെന്ന് എനിക്ക് പണ്ട് തൊട്ടേ അറിയാം. അപ്പോൾ അതൊരു പ്രശ്നമല്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എവിടെ നിന്നെങ്കിലും കിട്ടണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തൽക്കാലം അവൾ 3-4 വർഷം അവിടെ തന്നെ ആയിരിക്കും. എന്തായാലും ഉടനെയൊന്നും ഇവർക്ക് കുട്ടികളുണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഇവൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഏതെങ്കിലും രീതിയിൽ ഒരടുപ്പമുണ്ടായിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. മാക്സിമം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടെ സന്തോഷകരമായി കഴിയാം. അമ്മ എന്തായി പറഞ്ഞത്? ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി എന്നോട് അതിൻ്റെ റിസൾട്ട് പറയൂ. സദാചാരമോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. മോളെ ലിജേ, നീ കൊതിച്ച ഭർത്താവ് വേറെവിടെയോ അർമാദിക്കുന്നു. നിനക്കാണെങ്കിൽ ജീവിതത്തിൻ്റെ രുചികൾ അറിയാനും കഴിഞ്ഞിട്ടില്ല. നിന്റെ പുറകെ സിനിമാ നടിയാന്ന് പറഞ്ഞ് എത്ര പേര് നടന്നിട്ട് എന്താ ഫലം? നിനക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ അവസരമാണ്. ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. എൻ്റെ വിവാഹ ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ഞാൻ അത്ര നല്ലവളൊന്നുമല്ല, അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും ഇവിടെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ അത് പുറകിൽ നിന്നും മുന്നിൽ നിന്നും ഞാൻ മാനേജ് ചെയ്യും. അതുകൊണ്ട് രണ്ടുപേരോട് ഞാൻ പറയുകയാണ്, ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ ഫില്ല് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന്. അത് കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചിന്തിച്ചു. അമ്മായിമ്മ ആളെ കത്തിക്കൊണ്ടിരുന്ന തീയിൽ കരിയിലകൾ കൊണ്ടിട്ട പോലെയായി. പിന്നെയും ആളെ കത്താൻ തുടങ്ങി. അമ്മായിമ്മ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചോളാം, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കടയൂ കടയൂ പാലാഴി എന്ന് പറഞ്ഞു. ആ സമയത്ത് അവരെങ്ങനെ വിചിത്രമായി പെരുമാറുന്നതിൻ്റെ കാരണമൊന്നും ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയത്ത് ഞങ്ങളുടേതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയായിരുന്നു. അമ്മായിമ്മ സേഫായിട്ട് പുറത്ത് കാവലുണ്ട്. അപ്പോൾ പിന്നെ എന്ത് വേണം? രണ്ടുപേർക്കും ആ വീട്ടിൽ മന്മഥരാഗം മീട്ടാൻ മാത്രമേ നേരമുണ്ടായിരുന്നുള്ളൂ. ഈ ബന്ധം അമ്മായിമ്മയുടെ ആശീർവാദത്തിൽ മുന്നോട്ട് പോയി. ഇതിനിടയ്ക്ക് അവൾ ചില ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങി. ലിജ, ഞാൻ ചോദിച്ചു എന്തിനാ ഫോട്ടോ എടുക്കുന്നതെന്ന്. അത് പിന്നെ ഒരു ഓർമ്മയ്ക്കാണ്, മുഖമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനും ഒന്നും മിണ്ടിയില്ല. എല്ലാം ഒരാശയവിനിമയത്തിൻ്റെ ഭാഗമല്ലേ. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ലിജ എന്നോട് പറഞ്ഞു, ആൻറ്റി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ ചോദിച്ചു എന്താണെന്ന്. ആ ഫോട്ടോസ് എല്ലാം സത്യത്തിൽ ഞാൻ ആൻറ്റിക്ക് വേണ്ടിയാണ് എടുത്തത്. ആൻറ്റി ആ പ്രശ്നമുണ്ടായപ്പോൾ ഞാനും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ പരിഹരിക്കാൻ വന്നില്ലേ? അന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ മരുമകൻ ഒരു ചുണക്കുട്ടിയാണ്, അവനിപ്പോൾ വെറുതെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞ മോളെ, എനിക്ക് അവനോട് ഒത്തിരി താല്പര്യമുണ്ട്. ഡയറക്റ്റായിട്ട് ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഞാനും കൂടി ഉടക്കാണെപ്പോഴും അവൻ വേറെന്തെങ്കിലും വിചാരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ മോളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ആദ്യം അവനെ നമുക്ക് നമ്മുടെ കളത്തിലേക്ക് കൊണ്ടുവരാം. മോള് പതുക്കെ ആ കയറിൽ പിടിച്ച് തൂങ്ങിയാടി എൻ്റെ കളത്തിലേക്ക്
കൊണ്ടുവന്ന് വയ്ക്കണം, ആൻറ്റിക്കും ഒരു മുടിയാട്ടമാടണം എന്ന് പറഞ്ഞെന്ന്. അത് കേട്ട് ഞാൻ ഞെട്ടി. അമ്മയോട് ഞാൻ പിന്നീട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അതെ, എൻ്റെ മോഹം തന്നെയാണ്, അതെ, എൻ്റെ ആഗ്രഹം തന്നെയാണ് ഈ പദ്ധതികൾക്ക് കാരണം. ലിജ ഇതിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ അവൾ ഭർത്താവിൽ നിന്ന് അവഗണന അനുഭവിച്ചപ്പോൾ ഞാൻ ഓർത്തു, എന്നേക്കാൾ ആവശ്യം അവൾക്കാണ്. അവളും എൻ്റെ മോളെ പോലെ തന്നെയാണ്. അവൾ ആദ്യം എല്ലാ ലോകത്തിലും ഒന്ന് കറങ്ങിത്തിരിയട്ടെ. അവളും സുന്ദരിയാണെങ്കിലും അനുഭവിക്കാത്ത മേഖലകൾ ഒന്ന് അനുഭവിക്കട്ടെ. അത് കഴിഞ്ഞു മതി എൻ്റെ ടേൺ എന്ന് ഞാൻ വിചാരിച്ചതാണെന്ന് അമ്മ പറഞ്ഞു. ഞാനത് കേട്ട് അമ്മയെന്ന് വിളിച്ചപ്പോൾ, നീ എന്താ അങ്ങനെ വിളിച്ചെന്ന് എനിക്കറിയാം, വേണ്ടാന്ന് പറയാനാണെങ്കിൽ നീ വാ തുറക്കണ്ട എന്ന് പറഞ്ഞ് അമ്മായിമ്മ എന്നെ എന്തൊക്കെയോ പറഞ്ഞു. എന്തായാലും ലിജ പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ 3 പേരും എല്ലാം അറിഞ്ഞു. നമ്മൾക്കിടയിൽ എന്തിനാ മാറാ? എല്ലാ കാര്യങ്ങളും നന്നായി നടക്കട്ടെ, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലീകരിക്കട്ടെ, അതാണ് നല്ലത്. ഞാൻ ആൻറ്റിക്കും ഫുൾ സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കളത്തിലേക്ക് ഇറങ്ങി. അമ്മായിയമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ആഴം അന്നാണ് മനസ്സിലായത്. എക്സ്പീരിയൻസ് മേക്സ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്കത് തിരിച്ചറിഞ്ഞു. ഇതിനിടയ്ക്ക് 2 പേരെയും മാനേജ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു. എനിക്ക് പ്രശ്നങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് മുൻകരുതലുകൾ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ലിജ പറഞ്ഞു, എന്തായാലും അബദ്ധം പറ്റും തോന്നുന്നു. അമ്മായിമ്മയും ഞാനും ലിജയും കൂടെ ഹോസ്പിറ്റലിൽ പോയി ആരും അറിയാതെ എല്ലാം ശരിയാക്കി. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, എടാ, നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നെന്ന് തോന്നുന്നു. ഈ സമയത്ത് മോളെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയാലോ? ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി നമ്മൾ കൊതിക്കുകയല്ലേ? ഇപ്പം എല്ലാ തെളിവും അറിഞ്ഞ സന്ദർഭത്തിൽ അത് ശരിയായി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ആകും. ഒരു 6 മാസം അവളോട് വന്ന് നിൽക്കാൻ പറയാം എന്ന് പറഞ്ഞു. ഞാനിത് വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് മാഡം. അപ്പോൾ അമ്മയും ലിജയും ചോദിച്ചു എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയോട് എനിക്കിപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം അവൾ എൻ്റെ മനസ്സിൽ നിന്നേ മാഞ്ഞു പോയത്. അപ്പോൾ സ്ത്രീകൾ 2 പേരും കൂടി എന്നെ കുറ്റപ്പെടുത്തുകയാണ്. ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാനേജ് ചെയ്യണം. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും കിഴക്കാണെങ്കിലും വടക്കാണെങ്കിലും ഒരുപോലെ നിൽക്കണം. അതിന് പറ്റുന്നില്ലെങ്കിൽ എന്ത് പ്രശ്നമാ എന്നൊക്കെ പറയുകയാണ്. ഇവർക്ക് 2 പേർക്കും അത് നിസ്സാരമാണ്. എവിടേക്കും അവർക്ക് പെട്ടെന്ന് മാറാം. എനിക്കങ്ങനെ മാറാൻ പറ്റുന്നില്ല മാഡം. അതിൻ്റെ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. എൻ്റെ മനസ്സ് എന്താ എങ്ങനെ ആയിപ്പോയെന്ന് എനിക്കറിയില്ല. ആഹാ, അത് കൊള്ളാം. അപ്പം 3 സ്ത്രീകൾ ജീവിതത്തിലുണ്ട്. 2 സ്ത്രീകളോട് നിങ്ങളുടെ മനസ്സ് അനുകൂലമാണ്. പിന്നെ ഭാര്യയുടെ അനുകൂലമല്ലാതിരിക്കാൻ കാരണം എനിക്ക് തോന്നുന്നു കുറ്റബോധമായിരിക്കും. കാര്യം ഒരു പാവ സ്ത്രീയെ നിങ്ങൾ വഞ്ചിക്കുകയാണല്ലോ എന്നുള്ള തോന്നലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എല്ലാ വശവും മാനേജ് ചെയ്യാൻ കഴിയാതിരിക്കുക എന്നതിനാലൊന്നുമല്ല. ഇതാണ് പ്രശ്നം. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈപ്പിടിയിലല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഭാര്യയെ വിളിച്ചു വരുത്തിയിട്ട് കാര്യമില്ലല്ലോ. അവർ ഈ കാര്യങ്ങളൊക്കെ അറിയാനേ ഉപകരിക്കുകയുള്ളൂ. എന്തായാലും ന്യായമായ കാര്യങ്ങളല്ല നിങ്ങൾ ഭാര്യയോട് ചെയ്യുന്നത്. 2 പേരോടും മാത്രം താല്പര്യം കൂടുതലും ബാക്കി 3ാമത്തെ ആളെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഭാര്യയെ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ അത് ശരിയാകില്ലെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല. ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ പിന്മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാര്യം ഇവർക്ക് 2 പേർക്കും മറ്റ് ധാരാളം ചോയ്സുള്ള ആളുകളാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളായതുകൊണ്ട് അവർക്ക് നാളെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന, മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റുന്ന അമ്മായിമ്മയുടെ ഈ റെമഡികളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് നിങ്ങൾക്കിടയിൽ നിങ്ങൾ തന്നെ വ്യക്തമായ ഒരു ഡീലിങ്സും ധാരണകളും ഉണ്ടാക്കിയെടുത്ത് നിങ്ങളെ സ്വതന്ത്രനാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പറ്റുമല്ലോ. അതല്ലാതെ നിങ്ങൾ അങ്ങനെയാകണം ഇങ്ങനെയാകണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണല്ലോ. അല്ല, നിങ്ങളുടെ മനസ്സിന് ചേർന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കൗൺസിലിങ്ങിന് പോവുക. ഇത്രയും അണ്ടർസ്റ്റാൻഡിംഗ് ആയ അവർക്ക് നിങ്ങളുടെ മനസ്സ് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആവശ്യമില്ലാത്ത ഓരോ ബന്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ കോംപ്ലിക്കേഷൻസ് മാത്രമേ വരൂ. അപ്പോൾ ആ കുരുക്കുണ്ടായി കഴിയുമ്പോഴേക്കും അത് നല്ല രീതിയിൽ അവസാനിപ്പിക്കേണ്ടത് നിങ്ങളുടെയും കടമയാണ് കേട്ടോ. എന്തായാലും ആലോചിക്കുക, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ചർച്ച ചെയ്യുക, വേണ്ട ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക കേട്ടോ.